ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ബയോളജിയിലെ അവസാനത്തെ ക്ലാസ് ആണ് എടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വൈദ്യശാസ്ത്രമാണ്. വൈദ്യശാസ്ത്രം. ഈ ടോപ്പിക്കോട് കൂടി നമ്മുടെ ബയോളജി പോർഷൻ ഏകദേശം തീർന്നു. ഇനി എന്തെങ്കിലും പോർഷൻസ് എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് PDF ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അടുത്ത ദിവസം തുടങ്ങി നമ്മൾ അടുത്ത ഒരു ടോപ്പിക് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഇന്നത്തെ ടോപ്പിക് വൈദ്യശാസ്ത്രമാണ്. വൈദ്യശാസ്ത്രം. ഓക്കെ, PDF നോട്ട്സ് എല്ലാവർക്കും ഗ്രൂപ്പിൽ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും അതൊന്ന് ഓപ്പൺ ആക്കി വെച്ചോളൂ കേട്ടോ. ഓക്കെ, വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹിപ്പോക്രാറ്റസ് ആണ് വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തിനെ അലോപ്പതി എന്ന പദം ഉപയോഗിച്ച് ആദ്യമായി വിശേഷിപ്പിച്ചത് സാമുവേൽ ഹാനിമാൻ ആണ്. സാമുവേൽ ഹാനിമാൻ ആണ് ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായം കൊണ്ടുവന്നത്. ഓക്കെ, ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായം വികസിപ്പിച്ചെടുത്ത ആളാണ് സാമുവേൽ ഹാനിമാൻ. ഈ സാമുവേൽ ഹാനിമാൻ ആണ് എന്ത് ചെയ്തത്? ആധുനിക വൈദ്യശാസ്ത്രത്തെ അലോപ്പതി എന്ന പേരിട്ട് റെപ്രസെന്റ് ചെയ്തത്. അലോപ്പതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, സാമ്യമുള്ളതിനെ സുഖപ്പെടുത്തുന്നു എന്ന തത്വം ആധാരമാക്കിയുള്ള ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി. സാമ്യമുള്ളതിനെ സുഖപ്പെടുത്തുന്നു എന്ന തത്വം ആധാരമാക്കിയുള്ള ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി. രവീന്ദ്രനാഥ ടാഗോറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഈ രവീന്ദ്രനാഥ ടാഗോർ വിദഗ്ധനായിരുന്നത് ഹോമിയോപ്പതി ചികിത്സാ മേഖലയിലാണ്. ഓക്കെ, ഹോമിയോപ്പതി ചികിത്സാ മേഖലയിലായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ അഗ്രഗണ്യനായിരുന്നത്. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് യുനാനി ചികിത്സാ രീതിയെ കുറിച്ചാണ്. യുനാനി കേട്ടിട്ടുണ്ടാവും. യുനാനി ചികിത്സാ രീതിയില് അതിന്റെ ആരംഭം വരുന്നത് എവിടെയാണെന്നറിയോ? ഗ്രീസിലാണ് അത് ആരംഭിക്കുന്നത്. ഗ്രീസില്. ഓക്കെ, യുനാനി ചികിത്സ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ഇന്ത്യയിലേക്ക് വന്ന അറബികൾ. ഇനി അക്യൂപങ്ക്ചർ അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ചൈനയിൽ നിലവിലുള്ള ചികിത്സാ സമ്പ്രദായമാണ് അക്വാപങ്ക്ചർ. ഓക്കെ, അത് ഈ ശരീരത്ത് പിന്നുകൾ കുത്തി തറച്ചിട്ടുള്ള ചികിത്സാ രീതിയാണ്. ഹൈന്ദവ സംസ്കാരത്തോളം തന്നെ പഴക്കമുള്ള ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം. ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആത്രേയ മഹർഷി. പക്ഷേ നമ്മുടെ SCERT ടെക്സ്റ്റില് ചരകൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചരക സംഹിത എഴുതിയ ആളാണ് ആയുർവേദത്തിന്റെ പിതാവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ശരിക്കുള്ള ആൻസർ ആത്രേയ മഹർഷിയാണ്. ആയുർവേദത്തിന്റെ തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് നമ്മുടെ കേരളത്തിലുള്ള കോട്ടക്കൽ ആയുർവേദ വൈദ്യശാല ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ആയുർവേദത്തിന്റെ തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് കോട്ടക്കൽ. ആയുർവേദത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നവരാണ് ചരകൻ, ശുശ്രുതൻ, വാഗ്ഭടൻ. ഇവര് 3 പേരാണ് ആയുർവേദത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത്. ആയുർവേദത്തില് ത്രിദോഷങ്ങൾ. ആ ത്രിദോഷങ്ങൾ ഏതൊക്കെയാ? വാദം, പിത്തം, കഫം. ഇത് 3 ത്രിദോഷം എന്ന് പറയുന്നത്. ഓക്കെ, അനസ്തേഷ്യയുടെ ആദിമ രൂപം ചികിത്സയിൽ പ്രായോഗികമാക്കിയ വ്യക്തിയാണ് ശുശ്രുതൻ. അനസ്തേഷ്യയുടെ ആദ്യത്തെ രൂപം ഉപയോഗിച്ച ആളാണ് ശുശ്രുതൻ. ഓക്കെ, ശുശ്രുതൻ തന്റെ കണ്ടുപിടുത്തങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥത്തിന്റെ പേരാണ് ശല്യതന്ത്രം. ശുശ്രുതന്റെ പുസ്തകമാണ് ശല്യതന്ത്രം. അടുത്ത നോക്കൂ, അഷ്ടാംഗ ഹൃദയത്തിന്റെ കർത്താവ് ആരാണ്? വാഗ്ഭടനാണ്. അഷ്ടാംഗ ഹൃദയം വാഗ്ഭടൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചരക സംഹിത, ശുശ്രുതൻ ശല്യതന്ത്രം, വാഗ്ഭടന്റെ പുസ്തകമാണ് അഷ്ടാംഗ ഹൃദയം. ഈ 3 പേരുകൾ ഓർത്തു വെച്ചോളൂ കേട്ടോ. ഇനി അക്യൂപങ്ക്ചർ ചികിത്സാ സമ്പ്രദായത്തിൽ ചികിത്സത്തിന് ഉപയോഗിക്കുന്നത് സൂചിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മസാജിങ്ങും വ്യായാമവും വഴി രോഗത്തിന് ചികിത്സ നടത്തുന്ന രീതിയാണ് ഫിസിയോതെറാപ്പി. ഇനി പാമ്പ് വിഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഔഷധമാണ് ആന്റിവെനം. ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ പല സ്ഥലങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആന്റിവെനം. വിരകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഔഷധങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ആന്റി ഹെൽമിന്തസ്. ഹെൽമിന്തസ് എന്നത് വിരകളെ സൂചിപ്പിക്കുന്ന പദമാണ്. ആന്റി ഹെൽമിന്തസ് എന്ന് പറയുമ്പോൾ വിരകൾക്കെതിരെയുള്ള മരുന്ന്. ചുമയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഔഷധങ്ങളാണ്
എക്സ്പെക്ടോറന്റ്. അതിന്റെ മറ്റൊരു പേരാണ് ലിങ്ടസ്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ചരകൻ, ശുശ്രുതൻ, വാഗ്ഭടൻ, 3 പേരും അവരുടെ പുസ്തകങ്ങളുമാണ്. ഇനി നമുക്ക് ഡ്രഗ്സിന്റെ കോമൺ നെയിമുകൾ കുറച്ചറിയണം. ശരീരത്തിന്റെ താപനില താഴ്ത്തുന്ന ഔഷധങ്ങളെ പറയുന്ന പേരാണ് ആന്റിപൈററ്റിക്സ്. പാരസ്റ്റമോൾ നമ്മൾ കഴിക്കുന്നത് എന്തിനാണ്? പനി കുറയാൻ വേണ്ടിയിട്ടാണ് അല്ലെ, ശരീരത്തിന്റെ താപനില കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് എന്തിന് എക്സാമ്പിൾ ആണ്? ആന്റിപൈററ്റിക്സിന് എക്സാമ്പിൾ ആണ്. വേദന സംഹാരികൾ അനാൽജസിക്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. വേദന സംഹാരികൾ അനാൽജസിക് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ശരീര ഉപരിതലത്തിൽ രോഗാണുക്കളെ നശിപ്പിക്കുന്ന ഔഷധങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ആന്റിസെപ്റ്റിക്. നമുക്ക് ശരീരത്തിന്റെ മുകളിൽ പരട്ടാൻ പറ്റണം, അങ്ങനെ പരട്ടി രോഗാണുക്കളെ നശിപ്പിക്കുന്ന ഔഷധങ്ങളാണ് ആന്റിസെപ്റ്റിക്. ഇനി നാഡികളെ ശാന്തമാക്കാൻ സഹായിക്കുന്ന ഔഷധങ്ങളാണ് ട്രാൻക്യുലൈസേഴ്സ്. അത് നാഡികളെ ശാന്തമാക്കാൻ സഹായിക്കുന്ന മരുന്നുകളാണ്. ഇനി ആന്റിബയോട്ടിക്കുകളുണ്ട്. ശരീരത്തില് ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആന്റിബയോട്ടിക്. അതിന് എക്സാമ്പിൾ ആണ് അമോക്സിലിൻ. ആന്റിബയോട്ടിക്കിന്റെ മലയാളം ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ, പ്രതിയൗഗികങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയാം. ആദ്യമായി കണ്ടെത്തിയ പ്രതിയൗഗികമാണ് പെനിസിലിൻ. ഈ പെനിസിലിൻ 1928 കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ്. അതൊരു അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ്, കുമിളിൽ നിന്നുമാണ് പെനിസിലിൻ വേർതിരിച്ചെടുത്തത്. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ പെനിസിലിയം നൊട്ടേറ്റം എന്ന ഫംഗസിൽ നിന്ന്, കുമിളിൽ നിന്നുമാണ് പെനിസിലിൻ വേർതിരിച്ചെടുത്തത്. ആന്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആളാണ് പെനിസിലിൻ. കാരണം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരെയാണ്? ഈ പെനിസിലിനാണ്. അതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ത്യയില് പെനിസിലിൻ നിർമ്മിക്കുന്ന ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പിംപ്രിയിലാണ്. മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലമാണ് അത്. ഇനി പെനിസിലിനും അതുപോലെ തന്നെ മറ്റൊരു ആന്റിബയോട്ടിക് ആണ് സെഫാലോസ്പോറിന്റെയും പാർശ്വഫലം എന്ന് പറയുന്നത് അലർജിയാണ്. നമുക്കറിയാം എല്ലാ ആന്റിബയോട്ടിക്കുകൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു പാർശ്വഫലം ഉണ്ടാകും. അങ്ങനെ പെനിസിലിന്റെയും സെഫാലോസ്പോറിന്റെയും ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് ഒരു അലർജി. ക്ലോറോമൈസിൻ, ഇതും ഒരു ആന്റിബയോട്ടിക് ആണ്. അത് ഉപയോഗിക്കുന്നത് ടൈഫോയിഡിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. ക്ലോറോമൈസിൻ ഇത് ദോഷകരമായി ബാധിക്കുന്നത് അസ്ഥിമജ്ജകളെയാണ് ഇത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാം. ഇനി അടുത്ത് നോക്കിയേ, സ്ട്രെപ്റ്റോമൈസിൻ, അതും ഒരു ആന്റിബയോട്ടിക് ആണ്. അതിന്റെ പാർശ്വഫലം എന്ന് പറയുന്നത് ബധിരതയാണ്, കേൾവിക്കുറവുണ്ടാകും സ്ട്രെപ്റ്റോമൈസിൻ ഉപയോഗിച്ച. അടുത്തൊരു ആന്റിബയോട്ടിക് ആണ് ടെട്രാസൈക്ലിൻ. അതിന്റെ പാർശ്വഫലം പല്ല് മഞ്ഞളിക്കുകയും അസ്ഥികളുടെ വളർച്ച മുരടിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ കുറച്ച് ആന്റിബയോട്ടിക്കുകളും അവയുടെ പാർശ്വഫലങ്ങളും ആദ്യത്തെ ആന്റിബയോട്ടിക് ആയ പെനിസിലിൻ എവിടെ നിന്നാണ് ഉണ്ടാക്കിയെടുത്തതെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് കുറച്ച് ഗവേഷണ സ്ഥാപനങ്ങളാണ്. അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരാണ്. ജയ്പൂര് ഏത് സംസ്ഥാനത്താണ്? ജയ്പൂർ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ജയ്പൂർ ഏത് സംസ്ഥാനത്താണ്? കമന്റ് ബോക്സിലൊന്നും വന്നില്ലല്ലോ. രാജസ്ഥാൻ കറക്റ്റ് ആണ് കേട്ടോ. രാജസ്ഥാനിലാണ് ജയ്പൂർ. ഇനി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, അത് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ, അത് സിദ്ധ മെഡിസിൻസ് ഉണ്ടല്ലോ അതിന്റെയാണ്, അത് ചെന്നൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി സ്ഥിതി ചെയ്യുന്നത് പൂനെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി അത് കൊൽക്കത്തയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരക്കുന്ന അസുഖങ്ങൾ, അത് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി കൊൽക്കത്ത. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ.
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി ബാംഗ്ലൂർ, ബീർബൽ സാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണി ലക്നൗ, ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ. ഇത് ആവശ്യമുള്ളതാണ്. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം. ഇതും ആവശ്യമുള്ളതാണ്. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കേരളത്തിലെ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ യൂണിറ്റ് അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. ഈ മൂന്നെണ്ണാണ് ഇപ്പൊ നമ്മൾ പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. കേരളത്തിൽ ആദ്യമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി സ്ഥാപിതമായത് എവിടെയാണ്? ലൈഫ് സയൻസ് പാർക്ക് തോന്നക്കൽ. ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ളത് കേട്ടോ. ഇനി അടുത്ത് നോക്കൂ. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് പാത്തോളജി. രോഗകാരണത്തെ കുറിച്ചുള്ള പഠനമാണ് എയ്റ്റിയോളജി. ഇതില് രോഗങ്ങളെ കുറിച്ചുള്ള പഠനം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പാത്തോളജി. അലർജിയും അലർജിയുടെ കാരണങ്ങളും ചികിത്സയും അതിന് പറയുന്ന പേരാണ് അലർജോളജി. ഓക്കെ. പകർച്ചവ്യാധികൾ എപ്പിഡെർമിയോളജി. ഓക്കെ, എപ്പിഡെമിയോളജി. എപ്പിഡമിക്സ് എന്നാണല്ലോ പകർച്ചവ്യാധിനെ പറയാം. അപ്പൊ എപ്പിഡെമിയോളജി. പുരുഷന്മാരുടെ ആരോഗ്യം ആ ചികിത്സാ വിഭാഗത്തിന് പറയുന്ന പേരാണ് ആൻഡ്രോളജി. ഓക്കെ. അനസ്തേഷ്യയും അനസ്തെറ്റിക്സും ഇത് രണ്ടും ഉൾപ്പെടുന്ന വിഭാഗമാണ് അനസ്തേഷ്യോളജി. ഹൃദയവും ഹൃദയ രോഗങ്ങളും കാർഡിയോളജി. കോശങ്ങളിലെ രോഗങ്ങൾ സൈറ്റോപാത്തോളജി. ത്വക്കും ത്വക്ക് രോഗങ്ങളും ഡെർമറ്റോളജി. ഡയബറ്റിസ് മെലിറ്റസ് അത് ഡയബറ്റോളജി. ഓക്കെ. രോഗബാധിത കലകളുടെ സൂക്ഷ്മ പഠനം ഹിസ്റ്റോപാത്തോളജി. ഇവിടെ വിട്ടുപോയിട്ടുണ്ട് അല്ലെ. നാഡീരോഗങ്ങൾ ന്യൂറോപാത്തോളജി. രോഗവർഗീകരണം നാസോളജി. സസ്യരോഗങ്ങൾ ഫൈറ്റോപാത്തോളജി. മരുന്നിന്റെ അളവ് പോസോളജി. മാനസികാസ്വാസ്ഥ്യം സൈക്കോപാത്തോളജി. മാനസിക രോഗങ്ങൾക്കുള്ള മരുന്നുകൾ അറിയപ്പെടുന്ന പേരാണ് സൈക്കോ ഫാർമക്കോളജി. മൃഗങ്ങളിലെ മാനസിക വ്യാപാരങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സൂസൈക്കോളജി. വിഷവസ്തുക്കളും ജീവികളിൽ അവയുടെ പ്രവർത്തനവും പഠിക്കുന്നതാണ് ടോക്സിക്കോളജി. മുറിവുകളെ കുറിച്ചുള്ള പഠനമാണ് ട്രോമറ്റോളജി. വാക്സിനുകളെ കുറിച്ചുള്ള പഠനമാണ് വാക്സിനോളജി. ജന്തുരോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സൂപാത്തോളജി. നമ്മളിപ്പോൾ ഇവിടെ കുറച്ചധികം പേര് പറഞ്ഞു. ഇതിൽ നമ്മൾ കുറച്ചൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ പാത്തോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കിക്കോളൂ കേട്ടോ. ഹൃദയവും ഹൃദയരോഗങ്ങളും ഇത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. കാർഡിയോളജി. ഹൃദയത്തിന്റെ ഡോക്ടറെ കാണാൻ മുമ്പ് കാർഡിയോളജിസ്റ്റിനല്ലേ കാണാൻ പോകാറ്. ഇനി ത്വക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണാൻ പോകുന്ന ഡോക്ടറാണ് ഡെർമറ്റോളജിസ്റ്റ് അല്ലെ. ഡെർമറ്റോളജിസ്റ്റ്. പിന്നെ നമ്മൾ അങ്ങനെ കേട്ട് പരിചയമുള്ള പേരുകളൊന്നുമില്ല. നാഡീരോഗങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? ന്യൂറോളജിസ്റ്റിനെ കാണാൻ പോകാറുണ്ട് അല്ലെ. മരുന്നുകൾ നമുക്ക് എഴുതി തരാനായിട്ട് ഫാർമക്കോളജിസ്റ്റ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയാണ് അത്യാവശ്യം വേണ്ട കുറച്ച് പഠനങ്ങൾ. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് രോഗപ്രതിരോധ ശേഷിയാണ്. നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കൾ പ്രവേശിച്ച് അവര് സ്പ്രെഡ് ആവുന്നതിന് മുമ്പ് തന്നെ ഉള്ളിലേക്ക് കയറിയ രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെ പറയുന്ന പേരാണ് പ്രതിരോധ ശേഷി. സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിലുള്ള WBC ഒക്കെയാണ് ഇതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ അതിന് പഠിച്ച ഒരു പേരുണ്ടായിരുന്നു ഫാഗോസൈറ്റോസിസ്. ഈ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങൾ പറയുന്ന പേരാണ് ഫാഗോസൈറ്റുകൾ. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ്. അത് നടത്തുന്ന കോശങ്ങളെ പറയുന്ന പേരാണ് ഫാഗോസൈറ്റുകൾ. അതിന് എക്സാമ്പിൾ നോക്കിയേ. ശ്വേതരക്താണുക്കളായ മോണോസൈറ്റും ന്യൂട്രോഫിലും ഇത് രണ്ടും എന്താണ് ചെയ്യുന്നത്? ഫാഗോസൈറ്റോസിസ് വഴിയാണ് ഉള്ളിലേക്ക് കടന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. ഫാഗോസൈറ്റോസിസ് എന്ന വാക്കിന്റെ അർത്ഥം സെൽ ഈറ്റിംഗ് എന്നാണ്. ഓക്കെ. പീനോസൈറ്റോസിസ് എന്ന വാക്കിന്റെ അർത്ഥം സെൽ ഡ്രിങ്കിങ് എന്നാണ്. പീനോസൈറ്റോസിസ്. ഓക്കെ. രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് കൃത്രിമമായിട്ട് കഴിവ് നേടിക്കൊടുക്കുന്ന കുത്തിവയ്പ്പുകളെ പറയുന്ന പേരാണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ. നമുക്ക് പല വയസ്സുകളിലായിട്ട് പലതരം കുത്തിവയ്പ്പുകൾ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പ് സമ്പ്രദായം അതിന് തുടക്കം കുറിച്ച ആളാണ് എഡ്വേർഡ് ജെന്നർ. കൃത്രിമ പ്രതിരോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാക്സിനുകൾ. നമ്മൾ കൊറോണയ്ക്കൊക്കെ എതിരായിട്ട് വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വാക്സിനുകളുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് വികസിപ്പിച്ച വാക്സിൻ
വസൂരിക്കെതിരെയുള്ള വാക്സിനാണ്. വസൂരിക്കെതിരെയുള്ള വാക്സിൻ. അത് കണ്ടെത്തിയത് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. എഡ്വേർഡ് ജെന്നർ ആണ് അത് കണ്ടെത്തിയത്. പണ്ട് വളരെയധികം ഉണ്ടായിരുന്ന ഒരു അസുഖമായിരുന്നു വസൂരി. കുത്തിവെപ്പിലൂടെ പൂർണ്ണമായിട്ടും ലോകത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട രോഗമാണ് വസൂരി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അവസാനമായിട്ട് വസൂരി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 1975-ലാണ്. അതിനുശേഷം ഇന്ന് വരെ എന്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല? വസൂരി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ വസൂരിയെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയതായിട്ട് ലോകാരോഗ്യ സംഘടന 1980 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ എഡ്വേർഡ് ജെന്നർ കണ്ടെത്തിയ വസൂരി വാക്സിൻ വഴിയാണ് ഈ 1980 ആയപ്പോഴേക്കും എന്ത് ചെയ്തത്? വസൂരി എന്ന് പറയുന്ന രോഗം ലോകത്തു നിന്ന് തന്നെ തുടച്ചു നീക്കിയത്. ഇതുപോലെ പണ്ട് കാലങ്ങളിൽ വളരെയധികം ഉണ്ടായിരുന്ന ഒരു രോഗമായിരുന്നു പോളിയോ. പോളിയോ ലോകത്തിൽ പോളിയോ വൈറസിന്റെ ഏറ്റവും വലിയ റിസർവായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരമാണ് പെഷവാർ. ഇത് പാകിസ്ഥാനിലുള്ളതാണ്. റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോളിയോ വൈറസ് ഉള്ള രോഗികളുടെ എണ്ണം ഒരുപാടുണ്ട്. ഓക്കെ, അങ്ങനെ ഏറ്റവും കൂടുതൽ പോളിയോ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലമാണ് പെഷവാർ. പെഷവാർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഒരു സ്ഥലമാണ്. ലോകാരോഗ്യ സംഘടന പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ഇന്ത്യ ഗവൺമെന്റ് സമ്പൂർണ്ണ പോളിയോ പ്രതിരോധ പ്രചാരണം 1995-ലാണ് ആരംഭിക്കുന്നത്. അവസാനമായിട്ട് ഇന്ത്യയിൽ പോളിയോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പശ്ചിമ ബംഗാളിലാണ് 2011. നമുക്കറിയാം 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോളിയോ വാക്സിൻസ് കൊടുക്കാറുണ്ട് ഇല്ലേ? ഇങ്ങനെ പോളിയോ വാക്സിൻ കൊടുത്തിട്ടാണ് ഇന്ത്യയിൽ പോളിയോ കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു നീക്കാനായിട്ട് കഴിഞ്ഞത്. ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. 2014 മാർച്ച് 27-നായിരുന്നു ആ പ്രഖ്യാപനം വന്നത്. പോളിയോ വാക്സിൻ നൽകുന്നത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ്. ഓക്കെ, ഇനി നോക്കിയേ, പോളിയോ തുള്ളിമരുന്ന് എത്ര തവണയാണ് കൊടുക്കുക? 7 പ്രാവശ്യമാണ് പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുക. 7 പ്രാവശ്യം. ഒരു കുട്ടിക്ക് 7 തവണ കിട്ടണം. ഓക്കെ, ഇനി സിഫിലിസ് എന്ന് പറയുന്ന മറ്റൊരു രോഗമാണ്. അതിന്റെ പ്രതിരോധ മരുന്നാണ് ഹാപ്റ്റൻസ്. അത് കണ്ടുപിടിച്ചത് കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. ഇത് കണ്ടുപിടിച്ചതിന് 1930 അദ്ദേഹത്തിന് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. പേവിഷബാധയ്ക്കെതിരായ ചികിത്സ എന്ന് പറയുന്ന പേരാണ് പാസ്റ്റർ ചികിത്സ. ഓക്കെ, ഇതിനെതിരെയുള്ള വാക്സിൻ നിർമ്മിക്കുന്നത് കൂനൂരിലുള്ള പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഗവൺമെന്റും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളും സംയുക്തമായ ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വാക്സിനാണ് റോട്ടോവാക് എന്ന് പറയുന്നത്. റോട്ടോവാക്. ജപ്പാൻ ജ്വരത്തിനെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് ജെൻവാക്. ഓക്കെ, ഇനി ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിനെ പറയുന്ന പേരാണ് ഡെൻവാക്സിയ. 2020 7 രോഗങ്ങളിൽ ഡിഫ്തീരിയ, ഹെപ്പറ്റൈറ്റിസ് ബി, 5-ാം പനി, ടെറ്റനസ്, പോളിയോ, ക്ഷയം, വില്ലൻ ചുമ എന്നിവയിൽ നിന്ന് ഇന്ത്യയിലെ കുട്ടികളെ വാക്സിനിലൂടെ തടയാൻ വേണ്ടി 2014 ആരംഭിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ്. അപ്പൊ ഈ 7 രോഗങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മോചനമാണ് 2020 തീർക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്തത് 2014-ലായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കുന്നതിന് ഏകദേശം പകുതിയോളം എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതുവരെയുള്ള പോർഷൻസ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഒരു 2 മിനിറ്റ് സമയം തരാം. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണേ.
എല്ലാരും വായിച്ചെത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. കണ്ടിന്യൂ ചെയ്യട്ടെ? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലാന്ന് വിചാരിക്കാണ് കേട്ടോ. മാഡം, യെസ്. ഗവേഷണ സ്ഥാപനം ആ വോയിസ് ഭയങ്കരമായിട്ട് കട്ട് ചെയ്ത് കേൾക്കണേ കേട്ടോ. 3 പഠിക്കാന്ന് പറഞ്ഞായിരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇമ്പോർട്ടന്റ് ആന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഗവേഷണ സ്ഥാപനങ്ങളിൽ 3 ഇമ്പോർട്ടന്റ് ആന്ന് പറഞ്ഞത് അല്ലേ? ഇപ്പൊ കാണിക്കാവേ, ഒരു സെക്കൻഡ്. ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. നമ്മൾ ഈ കൊറോണ വന്ന സാഹചര്യത്തിലാണ് ഈ 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേര് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് കേട്ടോ. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ, അതൊന്ന്. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കേരളത്തിലെ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ. ഈ 3 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഈ നിപ്പ വൈറസ് ഒക്കെ വന്ന സമയത്ത് പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടാണ് അതിന്റെ കൺഫർമേഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായി വന്നപ്പോഴാണ് ആലപ്പുഴയിൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഈ സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യണമെന്ന് പറഞ്ഞില്ല. അതാണ് ഈ താഴത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കേട്ടോ. കേരളത്തിൽ ആദ്യമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി സ്ഥാപിതമായത് ലൈഫ് സയൻസ് പാർക്ക്, തോന്നയ്ക്കൽ. ഓക്കെ, ഇത്രയും ആണ് റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിച്ചു കണ്ടിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അത് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചത് കൊണ്ടാണ് അത് നോക്കിക്കോളൂ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ടെസ്റ്റുകളാണ്. പല രോഗങ്ങൾക്ക് പല പല ടെസ്റ്റുകളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ പറയാം, അല്ലാത്തത് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാണ്. ക്ഷയരോഗത്തിന്റെ ഒന്നാമത്തെ ടെസ്റ്റാണ് മാൻഡാക്സ് ടെസ്റ്റ്. ഇവിടെ മറ്റൊരു ടെസ്റ്റ് കൂടി ഉണ്ട്, ടൈം ടെസ്റ്റ്. ഇത് രണ്ടും ക്ഷയരോഗത്തിനുള്ളതാണ്. മറ്റൊരു ടെസ്റ്റാണ് TST, ട്യൂബർകുലോസിസ് സ്കിൻ ടെസ്റ്റ്. ഈ 3 ടെസ്റ്റ് നടത്തി കഴിഞ്ഞാലും നമുക്ക് ക്ഷയരോഗത്തിനുള്ള ഒരു ക്ഷയരോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ഹിസ്റ്റമിൻ ടെസ്റ്റ് നടത്തുന്നത് കുഷ്ഠം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. കുഷ്ഠം തിരിച്ചറിയാൻ. ലെപ്രമിൻ, ആ ടെസ്റ്റും എന്തിനു വേണ്ടിയിട്ടാണ്? കുഷ്ഠം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ കുഷ്ഠരോഗം തിരിച്ചറിയാനുള്ള 2 ടെസ്റ്റുകളാണ് ഹിസ്റ്റമിൻ ടെസ്റ്റും ലെപ്രമിൻ ടെസ്റ്റും. അടുത്തത് സിഫിലിസ് എന്ന് പറയുന്ന അസുഖം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് വാസർമാൻ ടെസ്റ്റ്. വാസർമാൻ ടെസ്റ്റ്. ഇനി വൈഡാൽ ടെസ്റ്റ്, ഇത് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. വൈഡാൽ ടെസ്റ്റ് അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടൈഫോയിഡ് തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് വൈഡാൽ ടെസ്റ്റ്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യണേ. ഇത് നമ്മൾ ഓൾറെഡി ടൈഫോയിഡ് പഠിച്ചപ്പോൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയണം. ഇനി പാപ്സ്മിയർ ടെസ്റ്റ്, ഇത് ഗർഭാശയ ഗള ക്യാൻസർ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. വജൈനയിലൊക്കെ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയവുമായി ബന്ധപ്പെട്ട ക്യാൻസർ തിരിച്ചറിയാനാണ് പാപ്സ്മിയർ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ തിരിച്ചറിയാൻ. ടൂർണിക്കറ്റ് ടെസ്റ്റ് ഡെങ്കിപ്പനി തിരിച്ചറിയാൻ. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള കുറച്ച് പേരുകളാണ് ബയോപ്സി, മാമോഗ്രഫി. ബയോപ്സി എന്തിനുള്ളതാണ്? ക്യാൻസർ തിരിച്ചറിയാനുള്ളതാണ്. ബയോപ്സി ക്യാൻസർ തിരിച്ചറിയാൻ. മാമോഗ്രഫി അതെന്തിനുള്ളതാണ്? സ്തനാർബുദം തിരിച്ചറിയാനുള്ളതാണ്. ഓക്കെ, ഈ പേരുകൾ കേട്ടിട്ടുണ്ടാവും. എലീസ ടെസ്റ്റ്, ഇത് നമ്മൾ എയ്ഡ്സ് അസുഖം പഠിച്ചപ്പോൾ പഠിച്ചതാണ്. എലീസ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സ്കോർപ്പ് അസേ. ഇതുപോലെ തന്നെ അടുത്തൊരെണ്ണാണ് PCR ടെസ്റ്റ്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ്. അതും എയ്ഡ്സുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ നമ്മൾ പഠിച്ച മറ്റൊരു പേരാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. ഇതും എയ്ഡ്സ് അസുഖത്തിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. മറ്റൊരെണ്ണാണ് നേവ ടെസ്റ്റ്. നേവ
ഇതൊക്കെ എയ്ഡ്സിനെ തിരിച്ചറിയാനുള്ള കുറച്ച് ടെസ്റ്റുകളാണ്. ഈ ഇഷിഹാര ടെസ്റ്റ് നമ്മൾ വർണ്ണാന്തത പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണിന് വർണ്ണാന്തത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ്. റോസ് ബംഗാൾ ടെസ്റ്റ് മാലക്കണ്ണുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ളതാണ്. ബിലിറൂബിൻ ടെസ്റ്റ് ചെയ്യുന്നത് മഞ്ഞപ്പിത്തം ഉണ്ടോ എന്ന് തിരിച്ചറിയാനാണ്. VDRL ടെസ്റ്റ് സിഫിലിസിന്റെ പരിശോധനയാണ്. നമ്മൾ തൊട്ട് മുമ്പ് വേറൊരു സിഫിലിസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. DNA ടെസ്റ്റ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പിതൃപരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് DNA ടെസ്റ്റ് നടത്തുന്നത്. അപ്പൊ ഇതില് നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കുന്ന കുറച്ചെണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. വിഡാൽ ടെസ്റ്റ് അല്ലെങ്കിൽ വൈഡാൽ ടെസ്റ്റ് ടൈഫോയിഡിന് വേണ്ടിയിട്ട്, ബയോപ്സി ക്യാൻസർ, എലീസ ടെസ്റ്റ് എയ്ഡ്സ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എയ്ഡ്സ്, ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത, DNA ടെസ്റ്റ് പിതൃപരിശോധന. ഓക്കെ, ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനിലേക്കാണ് ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത്. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. കേരളത്തില് ആരോഗ്യ രംഗത്തൊക്കെ കേരളം ഒരുപാട് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ മുന്നിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത പല ട്രീറ്റ്മെന്റ് പ്ലാനുകളാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിൽ ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയേ, ബധിരരായ കുട്ടികളുടെ ചെവിയിലെ കോക്ലിയ മാറ്റി വെക്കാനുള്ള ശസ്ത്രക്രിയ നടത്താറുണ്ട്. അതിനു വേണ്ട ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ശ്രുതി തരംഗം. ബധിരരായ കുട്ടികൾക്ക് കോക്ലിയ മാറ്റി വെക്കാനാണ് ഇവിടെ ഫണ്ട് നൽകുന്നത് കേട്ടോ. ആ പദ്ധതിയുടെ പേരാണ് ശ്രുതി തരംഗം. കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ധ്വനി. അപ്പൊ ഈ പേരുകളൊക്കെ സൗണ്ട് എന്നുള്ളതുമായിട്ട് ബന്ധമുള്ളതാണ്, അതുകൊണ്ട് അങ്ങനെ തന്നെ ഓർത്തു വെക്കാം കേട്ടോ. കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ധ്വനി. ഇനി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷമാണ് 2008. ഈ സാമൂഹ്യ സുരക്ഷാ മിഷനാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. ഇനി 65 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം. 65 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള പദ്ധതിയാണ് വയോമിത്രം. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വയോ അമൃതം. രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് 65 വയസ്സിന് മുകളിൽ പ്രായമായവർക്കുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. ഇത് മുതിർന്ന പൗരന്മാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് വയോ അമൃതം. ഇനി പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് മധുരം ഷുഗർ. വയോമധുരം പ്രമേഹമുള്ള പ്രായമായ രോഗികൾക്ക് കേട്ടോ, വയോമധുരം. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേരള സുരക്ഷാ മിഷനും ആരോഗ്യ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മിഠായി. ടൈപ്പ് 1 ഡയബറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വരുന്ന ഡയബറ്റിക്സ് ആണ്. അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് മിഠായി. ഇനി കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഇതെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ബ്രെയിൻ ഡെഡ് ആയ ആളുകളുടെ അവയവങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്നത് മൃതസഞ്ജീവനി വഴിയാണ്. മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡറാണ് മോഹൻലാൽ. കേരളത്തിലെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച യാത്രാ പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡറാണ് മോഹൻലാൽ. സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. ഓക്കെ, അതിന്റെ അംബാസിഡറാണ് മമ്മൂട്ടി. സിനിമാ നടന്മാരാണ് നമ്മൾ അംബാസിഡേഴ്സ് ആയിട്ട് വെക്കുന്നത്. ഇനി കേരളത്തിലെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി. അതിന്റെ ബ്രാൻഡ് അംബാസിഡറും മമ്മൂട്ടിയാണ്. കേരളത്തിലെ വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ചലനവൈകല്യമുള്ളവർക്കായുള്ള ഹൈടെക് വീൽ ചെയർ പദ്ധതിയാണ് ശുഭയാത്ര. ഹൈടെക് വീൽ ചെയർ വികലാംഗർക്ക് നൽകുന്ന പദ്ധതിയാണ് ശുഭയാത്ര. ഓക്കെ, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് വികലാംഗർക്കാണ്, അപ്പൊ അവരുടെ പദ്ധതി ശുഭയാത്ര. ഇനി വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. ഓക്കെ, താലോലം എന്നത് ഒരു 3 അസുഖങ്ങൾക്ക്, മാരകമായ അസുഖങ്ങൾക്കുള്ളതാണ്. നോക്കി, വൃക്ക, ഹൃദ്രോഗം, അതുപോലെ തന്നെ ഹീമോഫീലിയ. ഹീമോഫീലിയ എന്താണെന്ന് അറിയാലോ? ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ. അത് 18 വയസ്സിന് താഴെയുള്ളവർക്ക് കൊടുക്കുന്നതാണ് താലോലം.
ഇനി കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കപ്പെട്ട പദ്ധതിയാണ് ഉഷസ്. ഉഷസ്. ലഹരി മരുന്നിനെതിരെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും കേരള പോലീസും സംഘടിപ്പിച്ച പ്രചരണ പരിപാടിയാണ് യെസ് ടു ക്രിക്കറ്റ്, നോ ടു ഡ്രഗ്സ്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച ചികിത്സാ സഹായ പദ്ധതിയാണ് ആവാസ്. ആവാസ് എന്ന് വെച്ചാൽ അറിയാലോ, അതൊരു ഹിന്ദി വാക്കാണ്, അങ്ങനെ തന്നെ ഓർത്തു വെക്കാം കേട്ടോ. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുള്ളതാണ് ആവാസ്. കേരള സർക്കാർ ആരംഭിച്ച പകർച്ചവ്യാധികൾക്കെതിരെയുള്ള 1 വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രതാ യജ്ഞമാണ് ആരോഗ്യ ജാഗ്രത. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. ആയുർദളം അത് എയ്ഡ്സിന് വേണ്ടിയിട്ടാണ്, എയ്ഡ്സിനെതിരെയാണ്. അപ്പൊ എയ്ഡ്സ് രോഗം വന്നവർക്ക് ആയുസ് കുറവായിരിക്കും, അപ്പൊ അങ്ങനെ ഓർത്തു വെക്കുക കേട്ടോ, ആയുർദളം. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ബാലമുകുളം. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യ കിരണം. നമ്മൾ ഇതിനു മുമ്പ് വേറൊരു കിരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതാണ് ആരോഗ്യ കിരണം. ഇനി ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം. കിടപ്പ് രോഗികളായവരെ നോക്കുന്നവർക്ക് കേട്ടോ, കിടപ്പ് രോഗികൾക്കുള്ളതല്ല കേട്ടോ. ഇനി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, മെഡിസെപ്പ്. മെഡിസെപ്പ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ജോലിക്കാരുടെ അതുപോലെ തന്നെ പെൻഷൻകാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇനി സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച ഒരു ടെലിമെഡിസിൻ പദ്ധതിയാണ് സേഹത്ത് എന്ന് പറയുന്നത്. സേഹത്ത് ഇത് 2015 ഓഗസ്റ്റില് അന്നത്തെ മന്ത്രിയായിരുന്ന രവിശങ്കർ പ്രസാദ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. രവിശങ്കർ പ്രസാദ് 2015. ഇതുമായിട്ട് ആദ്യമായിട്ട് സഹകരിച്ചത് അപ്പോളോ ഹോസ്പിറ്റലാണ്. അപ്പോളോ ഹോസ്പിറ്റലാണ് ഈ ടെലിമെഡിസിൻ പദ്ധതിയുമായിട്ട് ആദ്യമായിട്ട് സഹകരിച്ചത്. സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം മിഷൻ. അപ്പൊ സർക്കാർ ആശുപത്രികളിലെ സൗകര്യങ്ങൾ വികസിപ്പിക്കലാണ് ആർദ്രം മിഷന്റെ ഉത്തരവാദിത്വം. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭിക്കുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ. സ്മൈൽ ആക്സിഡന്റ് ആയവർക്ക് പെട്ടെന്ന് മെഡിക്കൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സ്മൈൽ. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനും ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനും വേണ്ടി കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ് ജീവനി. ഈ ജീവനിയുടെ ഭാഗമായിട്ട് ഒരുവിധം കോളേജുകളിലൊക്കെ കൗൺസിലിംഗ് സെന്റേഴ്സ് ഒക്കെ നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന അശ്വമേധം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ് അശ്വമേധം. ഓക്കെ. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. അപ്പൊ നോക്കിയേ, യാത്ര എന്ന് പറയുന്നത് എപ്പോഴും അംഗപരിമിതരുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോളേ അത്. അങ്ങനെ തന്നെ കോഡ് വെച്ച് പഠിച്ചോളൂ. ഇനി സ്ത്രീകളിലെയും കുട്ടികളിലെയും പോഷകക്കുറവ് പരിഹരിക്കാനായിട്ട് നാഷണൽ ന്യൂട്രീഷന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് സമ്പുഷ്ട കേരളം. പോഷകം കുറവുള്ളതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സമ്പുഷ്ട കേരളം. ഇനി കാഴ്ച പരിമിതർക്കായുള്ള പുനരധിവാസ കേന്ദ്രമാണ് പുനർജ്യോതി. അതൊരു സെന്റർ ആണ് കേട്ടോ, താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇനി ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് മാതൃയാനം. ഓക്കെ. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തുവാല വിപ്ലവം. തുവാല കൊണ്ട് മുഖം മറച്ചു കഴിഞ്ഞാൽ എന്തു പറ്റില്ല? വായുവിലൂടെയുള്ള രോഗങ്ങൾ പകരില്ല. അപ്പൊ അങ്ങനെ ഓർത്തു വയ്ക്കേണ്ട, തുവാല വിപ്ലവം. പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിന്റെ പൂർവ്വ പരിശോധനയും ചികിത്സയും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാരിന്റെയും ഓർണേറ്റ് ഇന്ത്യ യുകെയുടെയും സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് നയനാമൃതം. നയനം കണ്ണുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. കാരുണ്യ ബെനവലന്റ് ഫണ്ട് സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2012.
ഈ പദ്ധതിയിലൂടെ ഹൃദ്രോഗം, കരൾ സംബന്ധമായ രോഗം ഒക്കെ ഉള്ളവർക്ക് മെഡിക്കൽ ഹെൽപ്പ് എമൗണ്ട് ആയിട്ട് പൈസ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 2 ലക്ഷം രൂപ വരെയാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇത് പദ്ധതി ലഭിക്കുന്നത് ആർക്കൊക്കെയാണ്? എല്ലാ BPL കുടുംബങ്ങൾക്കും 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള APL കുടുംബങ്ങൾക്കുമാണ്. ഈ പദ്ധതിയിലൂടെ പണം സ്വരൂപിക്കുന്നത് എങ്ങനെയാണ്? കാരുണ്യ ലോട്ടറിയിലൂടെയാണ്, ഭാഗ്യക്കുറിയിലൂടെയാണ് ഇത് പൈസ സമാഹരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ലോട്ടറി വിറ്റുണ്ടാക്കുന്ന പൈസയാണ് 2 ലക്ഷം രൂപ വെച്ച് രോഗികൾക്ക് കൊടുക്കുന്നത്. കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോരം. സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ചത് കേട്ടോ. കേൾവി തകരാറുള്ള കുട്ടികൾക്ക് കാതോരം. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. ഓട്ടിസം ഒരു സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സിംറ്റംസ് കാണിക്കുന്ന ഒരു അസുഖം. അതുകൊണ്ടാണ് ഇതിന്റെ പേര് സ്പെക്ട്രം എന്ന് ഓർത്തു വെക്കേണ്ടത് കേട്ടോ. ഓട്ടിസം സ്പെക്ട്രം. ദേശീയ ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആയുഷ് ഗ്രാമം. ആരംഭിക്കുന്ന ജില്ല എവിടെയാണ്? മലപ്പുറത്താണത് ആരംഭിക്കുന്നത്. ആയുർവേദ സമ്പ്രദായം അനുസരിച്ചുള്ള ഗർഭിണികളുടെ, ഇത് ഗർഭിണിയാണ്, സ്പെല്ലിംഗ് തെറ്റാണ് കേട്ടോ, പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശു പരിചരണം എന്നിവയെ പറ്റി ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായി ആയുഷ് വകുപ്പിന്റെ കീഴിൽ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് രാരീരം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പ്രഗ്നന്റ് ആയ ആളുകളെ വിസിറ്റ് ചെയ്യാനായിട്ട് ആശാവർക്കർമാരൊക്കെ വരുന്നത് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. സംസ്ഥാന ആരോഗ്യ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് 2015 നടപ്പാക്കിയ ക്യാൻസർ ബോധവൽക്കരണ പ്രതിരോധ നിയന്ത്രണ പരിപാടിയാണ് സ്വാസ്ഥ്യം. മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം. മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് പോകുന്നവർക്ക് കേട്ടോ, BPL രോഗികൾക്ക്. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന ആരോഗ്യ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. ഇതൊരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്നേഹസാന്ത്വനം. ഇനി 18 വയസ്സിൽ താഴെയുള്ള ജന്മന ഹൃദയവൈകല്യമുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് ഹൃദയം ജന്മന ഹൃദയവൈകല്യമുള്ളവർക്ക് കേട്ടോ. COVID-19 ബാധിതരെ പരിചരിക്കാനായിട്ട് കണ്ണൂരിലെ കൊറോണ സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ച റോബോട്ടായിരുന്നു നൈറ്റിംഗേൽ 19. ഇനി COVID-19 സ്ഥിരീകരിച്ച് ആശുപത്രികളിൽ കഴിയുന്നവർക്ക് വസ്ത്രങ്ങൾ ലഭ്യമാക്കുന്നതിനായി പത്തനംതിട്ടയിൽ ആരംഭിച്ച പദ്ധതിയാണ് ഫ്രം ഹോം, വീട്ടിൽ നിന്ന്. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ അവശ്യ മരുന്നുകൾ രോഗികൾക്ക് ലഭ്യമാക്കാനായിട്ട് മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് സഞ്ജീവനി. COVID-19 വ്യാപനത്തിന്റെ ഭാഗമായി വയോജനങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായി ആയുർവേദ വകുപ്പ് കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് സുഖായുഷ്യം. COVID-19 സമൂഹ വ്യാപനം തടയുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംസ്ഥാന ക്യാമ്പയിനാണ് ബ്രേക്ക് ദ ചെയിൻ. ഇതെല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ നടത്തിയത്. ലോക്ക്ഡൌൺ ഭാഗികമായി പിൻവലിച്ച സാഹചര്യത്തിൽ കോവിഡ് പ്രതിരോധം ശക്തമാക്കാനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനിന്റെ 2ാം ഘട്ടത്തിന്റെ പേരാണ് തുടരണം ഈ കരുതൽ. ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, കിടപ്പിലായവർ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന്, ഭക്ഷണം, പരിചരണം എന്നിവ ഉറപ്പാക്കാൻ കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ് കനിവ്. ഇനി അടുത്തത് മഴവില്ല് എന്ന് പറയുന്ന പദ്ധതിയാണ്. മഴവില്ല് എന്ന പേര് തന്നെ ഭിന്നലിംഗക്കാരുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മഴവില്ല്. കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി. വിമുക്തിയുടെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ തെണ്ടുൽക്കർ ആണ്. വിമുക്തിയുടെ ബ്രാൻഡ് അംബാസിഡർ. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പുതിയ പദ്ധതിയാണ് സ്നേഹപൂർവം. ഇതൊരു സ്കോളർഷിപ്പ് ആണ് കേട്ടോ, സ്നേഹപൂർവം. ഓക്കെ, മറ്റൊരു സ്നേഹപൂർവം സ്കോളർഷിപ്പ് ഉണ്ട്. അത്
അച്ഛനമ്മമാരില്ലാത്ത അല്ലെങ്കിൽ അച്ഛൻ മരിച്ച അല്ലെങ്കിൽ അമ്മ മരിച്ച അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പാണ്. ഇത് അതുപോലെ തന്നെ സർക്കാർ നടപ്പിലാക്കിയ കരുതൽ പദ്ധതിയാണ് സ്നേഹപൂർവ്വം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ പദ്ധതികളെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ ഇതോടെ നമ്മുടെ ബയോളജി പോർഷൻ ഏകദേശം എൻഡ് ആയിട്ടുണ്ട്. ഇതുവരെ പഠിച്ച ഏതെങ്കിലുമൊക്കെ പോർഷൻസ് വായിക്കുമ്പോൾ ഒക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇന്ന് പറഞ്ഞതിലെ ഏതെങ്കിലും പോർഷൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഒരു 3 മിനിറ്റ് സമയമുണ്ട് നമുക്ക് ലാസ്റ്റ് പോർഷൻ വായിക്കാനായിട്ട്. വായിച്ചു നോക്കുക, സംശയമുള്ളതുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സംശയങ്ങൾ? സംശയങ്ങൾ ഒന്നുമില്ല? എല്ലാവർക്കും എടുത്തതൊക്കെ ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അല്ല എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. എക്സാംസ് ഒക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? വീക്കെൻഡ് എക്സാമുകളാണ് റെസ്പോൺസ് കുറവ് വരണേ. അല്ലാത്ത എക്സാമുകൾ ഒരുവിധം എല്ലാവരും അറ്റൻഡ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പഠിച്ചോളൂ. എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും PSC വേണ്ടി മാറ്റി വെച്ചോളൂ. എന്നാലേ നമുക്ക് റാങ്ക് ലിസ്റ്റ് കയറി പറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, താങ്ക് യു.